വിവാഹത്തിന്റെ മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം ഗസ്റ്റുകളെ മറ്റൊരു ഹാളിലേക്ക് മാറ്റി. ഭക്ഷണം കഴിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴും കാലിയാനുയായികൾ അവിടെ തന്നെ തറഞ്ഞിരുന്നു പോയി. ഒന്നറങ്ങിയാൽ നെറ്റിയിലൂടെ ബുള്ളറ്റ് തുളഞ്ഞു കയറും. ഒരിക്കലുമില്ല ഇവർക്ക് ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് തന്നെ ഇങ്ങനെ കൊല്ലാൻ കഴിയും. കാരിക്ക് അപ്പോഴാണ് ബോധം വീണത്. വന്യമായ മുഖത്തോടെ കാരി ചാടി എഴുന്നേറ്റു. ഹാളിന്റെ പല ഭാഗത്തുനിന്നും ഗാർഡ്സ് തോക്കുമായി കാരിയെ വളഞ്ഞു. മണ്ഡപത്തിലിരിക്കുന്നവർ പകപ്പോടെ ആ കാഴ്ച നോക്കിക്കണ്ട് നിന്നു. കാലി മുന്നോട്ട് നടന്ന് മണ്ഡപത്തിന്റെ അടുത്തേക്ക് വന്നു. ഒപ്പം ഗാർഡ്സും. ശ്രീ ഒന്ന് പകച്ചു. ശിവ, ആരാടാ അവൻ? ഗാർഡ്സ് എന്തിനാ അവനെ ഫോളോ ചെയ്യുന്നത്? കറുത്ത ജുബ്ബ ധരിച്ച് കൈ പുറകിൽ കെട്ടി നടന്നു വരുന്ന കാരിയെ നോക്കി ജയേന്ദ്രൻ അതീവ ഞെട്ടലോടെ ചോദിച്ചു പോയി. ശിവനാഥ് മേനോൻ ഒന്നും മനസ്സിലാവാതെ ശ്രീയെ നോക്കി. ശിവേട്ടന് മനസ്സിലായില്ലേ? ഇവനാ കാറുകയൻ, അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ണിക്കുട്ടനായിട്ട് തല്ലുപിടിച്ചവൻ. ഓ, ഇവനാണോ കിരൺ പറഞ്ഞ മുനി? ശ്രീ, നിന്നെ ഇവനല്ലേ അടിച്ച്? അന്നേ ഇവനെ ഒന്ന് കാണുന്ന കരുതിയാ ഞാൻ. ശിവനാഥ് മേനോൻ കാരിയെ നോക്കി പറയുമ്പോൾ കിരൺ പുറകേന്ന് വിളിച്ചു. ഹലോ, എങ്ങോട്ടാ? ആവേശം മൂത്ത് ചെന്ന് കയറണ്ട. സൈക്കോയാ, സൈക്കോ. ചിരിയാ മെയിൻ ഐറ്റം. കിരൺ പറഞ്ഞുകൊണ്ട് സ്വയം ചിരിച്ചു. തന്നെ നെഞ്ചിൽ ചേർന്ന് നിന്ന് വിറക്കുന്നവളെ ജാനം നോക്കി. കലങ്ങിയ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഭയം തന്നെയാണ്. അല്ലെങ്കിലേ സർപ്രൈസ് കിട്ടി കുട്ടി വശം കെട്ടി നിൽക്കുക. വൈ ആർ യു ഓൾവേസ് സോ സ്കേർഡ് മൈ വൈഫി? ജാന്റെ പതിഞ്ഞ സ്വരം കാതിൽ കേട്ടതും അവളൊരു വിറയലോടെ അവനെ നോക്കി.